ക്ഷേത്രത്തിൽ നിന്ന് കേവലം 8 കിലോമീറ്റർ അകലെ പ്രശാന്തമായ മധുവാഹിനി പുഴയുടെ തീരത്ത് തല ഉയർത്തി നിൽക്കുന്ന മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം വെറുമൊരു ആരാധനാലയം മാത്രമല്ല, നൂറ്റാണ്ടുകളുടെ ചരിത്രവും അനേകം ഐതിഹ്യങ്ങളും ഇഴചേർന്നൊരു പുണ്യഭൂമിയാണ്. യഥാർത്ഥത്തിൽ ശിവനാണ് പ്രധാന പ്രതിഷ്ഠയെങ്കിലും ലോകമെമ്പാടുമുള്ള ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നത് പ്രധാന ശ്രീകോവിലിനുള്ളിൽ തെക്കോട്ട് ദർശനമായി വിരാജിക്കുന്ന അനുഗ്രഹ വർഷം ചൊരിയുന്ന സിദ്ധിവിനായകനാണ്. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള കാസർഗോഡിന്റെ സാംസ്കാരിക തലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന മധൂർ ഗ്രാമത്തിലാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പഴശ്വനി എന്നറിയപ്പെടുന്ന നദിക്ക് മധുവാഹിനി എന്ന പേര് വന്നത് ഈ ക്ഷേത്രത്തിന്റെ സാന്നിധ്യം കൊണ്ടാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ തന്നെ ഏറെ ശ്രദ്ധേയമാണ്. ആനയുടെ പിൻഭാഗത്തോട് സാമ്യമുള്ള ഗജപൃഷ്ഠ ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ അകത്തളങ്ങളിലെ തടിയിൽ തീർത്ത കൊത്തുപണികൾ രാമായണത്തിലെ കഥാസന്ദർഭങ്ങളെ മനോഹരമായി പുനരാവിഷ്കരിച്ചിരിക്കുന്നു. ഓരോ കൊത്തുപണിയും ഒരു കലാകാരന്റെ കരാവിരുതിന്റെയും ഭക്തിയുടെയും സാക്ഷ്യമാണ്. ശിവന്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ക്ഷേത്രത്തിന്റെ പ്രാചീനതയ്ക്ക് തെളിവാണ്. തുളു മൊഗേറ സമുദായത്തിൽപ്പെട്ട മദാരു എന്ന വൃദ്ധയാണ് ശിവലിംഗത്തിന്റെ ഉത്ഭവമൂർത്തി. അവളുടെ പേരിൽ നിന്നാണ് മധൂർ എന്ന പേര് ഈ ദേശത്തിന് ലഭിച്ചതെന്നും പറയപ്പെടുന്നു. മദരു എന്ന് പറയുന്ന ഒരു മാതാവ്, ഒരു സ്ത്രീ, ഉളിയത്തെ അടുക്കം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വിറക് സംഗ്രഹിക്കാനും പച്ചില വളത്തിന് വേണ്ടി സംഗ്രഹിക്കാനും ചെന്നപ്പോൾ ഒരു കല്ലിൽ കത്തി കൊള്ളുകയുണ്ടായി. ആ കല്ലിൽ അപ്പം തന്നെ ചുവന്ന രക്തം പൊടിഞ്ഞു വന്നു. അത് കാണുമ്പോൾ ഭയന്ന ആ സ്ത്രീ ക്ഷേത്രത്തിൻ്റെ ഈ നാടിൻ്റെ അധിപനായ രാജാവിനെ കാണലും അദ്ദേഹത്തോട് ഈ വിഷയം അറിയിക്കലും ചെയ്തു. അത്യന്ത അപൂർവമായിട്ടുള്ള ഈ സംഗതി കണ്ടിട്ടാകുമ്പോൾ രാജാവിനും അത് വിശേഷമായി തോന്നി. അങ്ങനെ ആ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യലും അതിനെപ്പറ്റി പ്രശ്നചിന്ത ചെയ്യലും നടന്നു. അപ്പോഴാണ് അതൊരു ശിവൻ്റെ സാന്നിധ്യമുള്ള ശിലയാണ്. അടുത്തു തന്നെയുള്ള മധുവാഹിനി പുഴയുടെ വക്കത്തുള്ള ഒരു പുരാതനമായിട്ടുള്ള ശിവൻ്റെ ഒരു ശിവഗുഡിയുടെ സന്നിഹിതത്തിൽ തന്നെ ഒരു ക്ഷേത്ര നിർമ്മാണം ചെയ്യണം എന്ന് പ്രശ്ന നിർദ്ദേശമുണ്ടായി. അങ്ങനെയാണ് ഇന്ന് കാണുന്നുള്ള ഈ ശിവക്ഷേത്രം ഇവിടെ നിർമ്മിക്കപ്പെട്ടു എന്നാണ് ഐതിഹ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശിവന്റെ പ്രതിഷ്ഠയാണ് ആദ്യമുണ്ടായതെങ്കിലും ഗണപതിക്ക് എങ്ങനെ പ്രാധാന്യം ലഭിച്ചു എന്നതിന് പിന്നിലും രസകരമായൊരു ഐതിഹ്യമുണ്ട്. വളരെ കാലം മുൻപ് ഒരു ബ്രാഹ്മണ ബാലൻ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ തെക്കേ ചുമരിൽ വെറുതെ ഒരു ഗണപതി രൂപം വരച്ചു. ദിവസങ്ങൾ കഴിയും തോറും ആ ചിത്രം വലുതാവുകയും തടിക്കുകയും ചെയ്തു. ഇത് കണ്ട് അത്ഭുതപ്പെട്ട ബാലൻ ഗണപതിയെ ബോഡ്ജ അല്ലെങ്കിൽ ബുദ്ധ ഗണേശൻ എന്ന് സ്നേഹപൂർവ്വം വിളിച്ചു. ഈ പ്രതിഷ്ഠ പിന്നീട് വളരെയധികം ശക്തി നേടിയെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിൽ മഹാഗണപതി വളരെ പ്രാധാന്യത്തോടുകൂടെ ഇവിടെ പൂജിക്കപ്പെടുന്നു. മധൂർ ഗണപതി എന്നാണ് പ്രസിദ്ധി. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മഹാലിംഗേശ്വരനാണെങ്കിൽ തന്നെ മഹാഗണപതിയെയാണ് ഭക്തന്മാർ കൂടുതലും ആശ്രയിക്കാറ്. എല്ലാ ഭക്തന്മാരും മഹാഗണപതിയെ ആരാധിച്ച് വഴിപാട് ചെയ്ത് ഗണപതിയെ വന്ദിച്ച് അനുഗ്രഹം തേടാറുണ്ട്. അവരുടെ കർമ്മസാഫല്യം അതിൽ സിദ്ധിക്കാറുമുണ്ട്. അങ്ങനെ മഹാഗണപതി വളരെ പ്രശസ്തനായി ലോകമെമ്പാടും അറിയപ്പെടുന്ന മഹാചൈതന്യമായി അറിയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൽ ദുർഗയും ശാസ്താവും സുബ്രഹ്മണ്യനും അതുപോലെ തന്നെ വേറെ 2 ശിവന്റെ പ്രതിഷ്ഠകളും ഉൾക്കൊള്ളുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷം ടിപ്പു സുൽത്താന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ടതാണ്. തന്റെ സൈനികരോടൊപ്പം ക്ഷേത്രം ആക്രമിക്കാനെത്തിയ ടിപ്പു ക്ഷേത്രക്കുളത്തിൽ നിന്ന് വെള്ളം കുടിച്ചതിന് ശേഷം ശാന്തനാവുകയും ആക്രമണത്തിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തുവെന്നാണ് കഥ. എന്നാൽ സൈനികരെ സമാധാനിപ്പിക്കാൻ ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ വാൾ കൊണ്ടൊരു മുറിവുണ്ടാക്കി. ടിപ്പുവിന്റെ വാൾപ്പാടിന്നും ക്ഷേത്രത്തിൽ കാണാം. പ്രധാന പ്രതിഷ്ഠയായ മദനന്തേശ്വരനും സിദ്ധിവിനായകനും പുറമെ കാശി വിശ്വനാഥൻ, ധർമ്മശാസ്ത്ര, സുബ്രഹ്മണ്യൻ, ദുർഗാ പരമേശ്വരി, വീരഭദ്രൻ, ഗുളികൻ തുടങ്ങിയ ഉപദേവതകളും ഇവിടെയുണ്ട്. പ്രധാന ശ്രീകോവിലിനുള്ളിൽ പാർവതി ദേവിയുടെ സാന്നിധ്യവും അനുഭവപ്പെടുന്നു. ശിവല്ലി ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവരാണ് ഇവിടുത്തെ പൂജാരിമാർ. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് അപ്പം. ഇവിടുത്തെ അപ്പം വളരെ പ്രസിദ്ധമാണ്. ഭക്തർക്ക് പ്രത്യേകമായി സമർപ്പിക്കുന്ന സഹസ്രപ്പം എന്ന വഴിപാട് ഏറെ പ്രാധാന്യമർഹിക്കുന്നു.
കൂടാതെ വിനായക ചതുർത്ഥി, മധൂർ ഭേടി, കുംഭമാസത്തിലെ ശിവരാത്രി, മേടത്തിലെ വിഷു ഉത്സവം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ. 30 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന മൂടപ്പ സേവയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാട്. ഭീമമായ ചെലവ് കാരണം അപൂർവമായി മാത്രം നടത്താറുള്ള ഈ ചടങ്ങിൽ ആയിരക്കണക്കിന് അപ്പങ്ങൾ കൊണ്ട് ഗണപതി വിഗ്രഹം പൂർണ്ണമായി മൂടുന്നു. ഇത് ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്താൻ നടത്തുന്ന ഒരു പ്രത്യേക പൂജയാണ്. ക്ഷേത്രത്തിന് സമീപമുള്ള മധുവാഹിനി നദിയിലെ ജലനിരപ്പ് ഉയരുമ്പോൾ ശ്രീകോവിലേക്ക് വെള്ളം കയറുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഈ സമയങ്ങളിൽ പൂജാരിമാർ വട്ടവള്ളങ്ങളിൽ ശ്രീകോവിലെത്തിയാണ് പൂജകൾ നടത്തുന്നത്. കൂടാതെ ഉത്സവങ്ങളിൽ ആനകളെ ഒഴിവാക്കിയുള്ള ഘോഷയാത്രയാണ് ഇവിടെയുള്ളത്. മധുവാഹിനി നദിയുടെ ശാന്തമായ ഒഴുക്കും പുരാണ കഥകൾ ആലേഖനം ചെയ്ത തടികൊത്തുപണികളും പ്രശാന്തമായ അന്തരീക്ഷവും ഈ ക്ഷേത്രത്തെ ഒരു ആത്മീയ കേന്ദ്രമായി മാറ്റുന്നു. കാസർഗോഡ് ജില്ലയുടെ ഹൃദയഭാഗത്ത് മധുവാഹിനി നദിയുടെ ഓരം ചേർന്ന് നിൽക്കുന്ന മധൂർ ശ്രീ മദനന്തീശ്വര സിദ്ധിവിനായക ക്ഷേത്രം വെറുമൊരു ആരാധനാലയത്തിനപ്പുറം ആത്മീയതയുടെയും ചരിത്രത്തിന്റെയും വാസ്തുവിദ്യയുടെയും സമന്വയമാണ്. 1000 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം സ്കന്ദപുരാണത്തിലും ബ്രാഹ്മണ പുരാണത്തിലുമെല്ലാം പരാമർശിക്കപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ പ്രധാന പ്രതിഷ്ഠ മദനന്തീശ്വരനായ ശിവനാണെങ്കിലും ഗണപതി ഭഗവാനാണ് ഭക്തർക്കിടയിൽ കൂടുതൽ പ്രസിദ്ധി നേടിയത്. ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ അതിമനോഹരമാണ്. ആനയുടെ പിൻഭാഗത്തിന് സമാനമായ ഗജപൃഷ്ഠ ശൈലിയിലാണ് ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. ചെമ്പ് പൂശിയ മേൽക്കൂരയും മരത്തിൽ തീർത്ത അതിമനോഹരമായ കൊത്തുപണികളും ക്ഷേത്രത്തിന് ഗാംഭീര്യം നൽകുന്നു. ക്ഷേത്രഭരണത്തിൽ കർണാടക സർക്കാരിനും പങ്കുണ്ട്. മധൂർ ക്ഷേത്രം വഴിപാടുകളുടെ കാര്യത്തിലും ഏറെ പ്രസിദ്ധമാണ്. ഇവിടുത്തെ അപ്പമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട്. സഹസ്രാപ്പം, അതായത് 1000 അപ്പം ഒരുമിച്ച് സമർപ്പിക്കുന്ന വഴിപാടിന് വലിയ പ്രാധാന്യമുണ്ട്. എന്നാൽ ഈ എല്ലാ വഴിപാടുകളെക്കാളും പ്രധാനമായത് മൂടപ്പ സേവയാണ്. അപൂർവമായി മാത്രം നടത്താറുള്ള ഈ ചടങ്ങിൽ ഗണപതിയുടെ വിഗ്രഹം പൂർണ്ണമായി അപ്പം കൊണ്ട് മൂടുന്നു. ഇത് ഗണപതിയെ പ്രീതിപ്പെടുത്താനും ഭക്തരുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും വേണ്ടിയാണ്. ഈ ചടങ്ങ് നടക്കുമ്പോൾ സമീപ ക്ഷേത്രങ്ങളിൽ നിന്നും തെയ്യം സംഘങ്ങളിൽ നിന്നും ആളുകൾ ഉത്സവത്തിൽ പങ്കുകൊള്ളാറുണ്ട്. ഇത് പ്രാദേശിക ഐക്യത്തെ സൂചിപ്പിക്കുന്നു. ഈ ക്ഷേത്രം വേദപഠനത്തിനും ഒരു കേന്ദ്രമാണ്. എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇവിടെ വേദ ക്ലാസുകൾ നടത്താറുണ്ട്. കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ വേദം പഠിക്കാനായി ഇവിടെ എത്തുന്നു. മഴക്കാലത്ത് നദിയിലെ ജലമുയർന്ന ശ്രീകോവിലേക്ക് കയറുമ്പോൾ പുരോഹിതർ വട്ടവള്ളത്തിൽ സഞ്ചരിച്ചാണ് പൂജകൾ നടത്തുന്നത്. പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന ഈ ക്ഷേത്രം പ്രശാന്തമായ അന്തരീക്ഷവും ആത്മീയ ഭാവവും കൊണ്ട് ഏത് സഞ്ചാരിയെയും ആകർഷിക്കും.